പദാർത്ഥം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് പറയുന്നത്? ചോദ്യകർത്താക്കളെ അവരുടെ പേര് വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ എന്നാണ്. മേപ്പാടിയിലാണ് താമസം. സുഹൃത്ത് മുഹമ്മദ് ബഷീർ മേപ്പാടിയുടെ ചോദ്യം, പദാർത്ഥം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നിരിക്കെ ഒരു സൃഷ്ടികർത്താവ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന്. ഇന്നലെ മുഴുവനും സംവാദം അതായിരുന്നു, ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ളായിരുന്നു വിഷയം. ആ വിഷയത്തിൽ കൂടുതൽ പഠനത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാസറ്റ് ശേഖരിക്കാവുന്നതാണ്. ഇവിടെ ബഷീർ ഏത് അടിസ്ഥാനത്തിലാണിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പദാർത്ഥത്തെക്കുറിച്ച ഒരു സംരക്ഷണ നിയമമുണ്ട്, ഊർജദ്രവ്യ സംരക്ഷണ നിയമം. പദാർത്ഥം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഊർജവും നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധ്യമാവൂ. ഇതാണ് പദാർത്ഥ നിയമം. ഈ നിയമം ഇന്നുള്ള നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നൊരു നിയമമാണ്. കൃത്യമായി മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നൊരു നിയമമാണത്. ആയിരം കോടി കൊല്ലങ്ങൾക്ക് മുൻപ് ഈ പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനത്തോടു കൂടി ഉണ്ടായി എന്നാണ് ഇന്ന് നിലനിൽക്കുന്ന പ്രപഞ്ച തത്വങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന തത്വം. ഒരു മഹാവിസ്ഫോടനത്തോടു കൂടി പ്രപഞ്ചം ഉണ്ടായി 1000 കോടി കൊല്ലങ്ങൾക്ക് മുൻപ്. ഈ മഹാവിസ്ഫോടനം നടന്നതൊരു പ്രത്യേക നിമിഷത്തിലാണ്. ആ നിമിഷത്തിന് മുൻപുള്ള പ്രപഞ്ചം എങ്ങനെയുള്ളതായിരുന്നു? ആ നിമിഷത്തിന് മുൻപ് എന്തായിരുന്നു പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ? അതിനെക്കുറിച്ച് ശാസ്ത്രകാരന്മാർ പറയുക, ഊർജതന്ത്രജ്ഞന്മാർ പറയുക, ടൈം സ്പേസ് സിംഗുലാരിറ്റി എന്നാണ്, അഥവാ സ്ഥലകാല വൈചിത്ര്യം എന്ന് പറയാം. ഈ സ്ഥലകാല വൈചിത്ര്യത്തിൽ ആ സമയത്തുണ്ടായിരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ അറിവ് എന്നത് ഇന്നത്തെ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം പിന്നിലേക്ക് നോക്കുകയാണ്. അങ്ങനെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ 1929 കണ്ടുപിടിച്ചൊരു കാര്യമാണ് യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്ന്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ 51 അധ്യായം സൂറത്തു ദാരിയാത്തിലെ 47 വചനത്തിൽ, നാം ആകുന്നു ഈ ഉപരിലോകത്തെ സൃഷ്ടിച്ചത്, നാം തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1929 എഡ്വിൻ പി ഹബിൾ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത്. അത് ശരി തന്നെയാണ് എന്ന് പിൽക്കാലഘട്ടത്തിലുള്ള ഗവേഷണങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ വികസിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും പിന്നിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ പ്രപഞ്ച വികാസത്തിൻ്റെ തോതിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇതുണ്ടാക്കുകയും ചെയ്തു, ഒരു ഫോർമുല, ഒരു സൂത്രവാക്യം. V=H0R എന്നാണ് ആ സൂത്രവാക്യം. അഥവാ നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗാലക്സിയുടെ വേഗത നമ്മിൽ നിന്ന് എത്ര ദൂരെയാണോ ആ ഗാലക്സി, അത്രയും കൂടുതൽ വേഗതയിലാണ് അത് അകലുക എന്നർത്ഥം. എത്ര ദൂരം കൂടുന്നതിനനുസരിച്ച് അകലുന്നതിൻ്റെ വേഗതയും കൂടും എന്നർത്ഥം. വളരെ സങ്കീർണമായ ഗണിതശാസ്ത്രമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നിലേക്ക് പോയാൽ ഈ പ്രപഞ്ചം ആകെ ഒരു പോയിന്റിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയേണ്ടി വരും. അതിന് ഭൗതികജ്ഞന്മാർ പറയുക പ്രൈമോഡിയൽ ന്യൂക്ലിയസ് എന്നാണ്, അഥവാ ഒരു ആദിമ പിണ്ഡം. ആ ആദിമ പിണ്ഡം ആയിരുന്നു ആദ്യം പ്രപഞ്ചം. പിന്നീട് ഒരു നിമിഷത്തിൽ അത് പൊട്ടിത്തെറിച്ചു. ആദിമ പിണ്ഡത്തിൻ്റെ അവസ്ഥ എന്താണ്? ആദിമ പിണ്ഡത്തിൽ സ്ഥലവും കാലവും അനന്തമായിരിക്കും എന്ന് പറയാം, ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗാലക്സികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് =0. 2 ഗാലക്സികൾ തമ്മിലുള്ള ദൂരം 0 അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഘനത്വം
അനന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ഥലകാലങ്ങളുടെ വക്രത അനന്തമായിരിക്കും. അങ്ങനത്തെ ഒരു സമയത്ത് ഇന്നത്തെ പ്രപഞ്ചത്തെ നമ്മൾ വിശദീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപേക്ഷികതാ സിദ്ധാന്തങ്ങളും അതോടൊപ്പം തന്നെ ഗണിതങ്ങളും എല്ലാം നമ്മുടെ ഫോർമുലകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. ഈ ഫോർമുലകളെല്ലാം അപ്രസക്തമാകും ഈ ആദിമ പിണ്ഡത്തിൽ. അതാണ് ഇന്ന് നിലനിൽക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തത്വം. അതിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുറച്ചുകൂടി സരളമായി ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാബു ജോസഫ് എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട്. അത് വായിച്ചാൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചം ആ ആദിമ അവസ്ഥയിൽ 10,000 കോടി കൊല്ലങ്ങൾക്ക് മുൻപുള്ള ആ അവസ്ഥയിൽ, അതിനു മുൻപുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് മുൻപ് എന്ന് പറയുന്നത് പോലും അപ്രസക്ത. കാരണം സമയം പോലും ഉണ്ടാകുന്നത് അപ്പോഴാണ്. നമ്മുടെ ഈ സമയസങ്കല്പം ഉണ്ടല്ലോ, സമയം ഒരു സൃഷ്ടിയാണ്. സമയം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അപ്പോൾ സമയത്തിനതീതനായ, കാലത്തിനതീതനായ, പദാർത്ഥത്തിനതീതനായ ഒരു സ്രഷ്ടാവിന് മാത്രമേ അക്കാലഘട്ടത്തിലെ പ്രപഞ്ചത്തെ അറിയാൻ പോലും കഴിയും. അക്കാലഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോഴുള്ള പ്രപഞ്ചത്തെ അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഉള്ള ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അന്നത്തെ നിയമമാകട്ടെ എന്താണെന്ന് നമുക്കറിയില്ല. അന്നത്തെ നിയമപ്രകാരം എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കുന്നതിനെയോ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഇന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ, ഇന്ന് നിലനിൽക്കുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് നൽകപ്പെട്ട മാറ്ററിനെ മാറ്റി ഊർജമാക്കാനോ ഊർജത്തെ മാറ്റി മാറ്ററാക്കാനോ അല്ലാതെ, ദ്രവ്യത്തെ ഊർജമാക്കാനോ ഊർജത്തെ ദ്രവ്യമാക്കാനോ അല്ലാതെ ഇവിടെ നിലനിൽക്കുന്ന ദ്രവ്യത്തെ നശിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇതിൻ്റെ സൃഷ്ടാവ് ആദ്യം തന്നെ ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി എന്നുള്ളത് നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അത് മറ്റൊരു വശമാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വേറെ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആദിമ പിണ്ഡം എങ്ങനെ പൊട്ടിത്തെറിച്ചു, ആ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപുള്ള അതിൻ്റെ അവസ്ഥ എന്താണ് നമുക്കറിയില്ല. അതിലെ നിയമങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പ്രായം 1000 കോടി കൊല്ലമാണ്. ആ 1000 കോടി കൊല്ലത്തിന് മുൻപ് നമുക്കറിയാത്ത നിയമങ്ങൾ നിലനിന്നിരുന്ന എന്തോ ഒരു സാധനത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ട്. ഇത് ശാസ്ത്രം അംഗീകരിക്കുന്ന തത്വം. ഇനി ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ നിങ്ങളെടുത്ത് നോക്കുക. ഈ പ്രപഞ്ചത്തെ ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് 2 ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് ജനറൽ റിലേറ്റിവിറ്റി തിയറി, മറ്റൊന്ന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി. ഈ 2 ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നത്. ഈ ആപേക്ഷികതാ സിദ്ധാന്തങ്ങൾ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവ് റിലേറ്റീവായിരിക്കും, ആപേക്ഷികമായിരിക്കും എന്നാണ്. കേവലമായ, പൂർണ്ണമായ, 100% സത്യസന്ധമായ അറിവാകുകയില്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അറിവ് ആപേക്ഷികമായ അറിവ് മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ആപേക്ഷികമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകണമെങ്കിൽ ആ പ്രപഞ്ചത്തിന് അതീതനായ ഒരാൾക്ക് മാത്രമേ ഉണ്ടാകാൻ കഴിയൂ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് അതീതനായ പടച്ചതമ്പുരാന് മാത്രമേ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവുള്ളൂ എന്നിടത്താണ് നമ്മളുടെ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ നമ്മെ കൊണ്ടു ചെന്നെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഒരു മെഷീനാണ് എന്നുള്ള ഒരു അട്ടിത്തറയിലാണ് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജ്ഞാനശാസ്ത്രം ഉണ്ടായിരുന്നു. ആ ജ്ഞാനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഉന്നയിച്ച വാദമാണ് ബഹുമാനനായ ബഷീർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അഥവാ ഊർജത്തെ ദ്രവ്യമായോ ദ്രവ്യത്തെ ഊർജമായോ മാത്രമേ മാറ്റാൻ കഴിയൂ ഈ പ്രപഞ്ചത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ, കാരണം ഇതിങ്ങനെ മാറ്റാനേ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ എന്നും ഇത് ഇതേപോലെ ഉണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ സിദ്ധാന്തം ഇന്ന് ശാസ്ത്രലോകം കൈയൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സിദ്ധാന്തത്തിൻ്റെ വക്താവായിരുന്ന ഫ്രെഡ് ഹോയിൽ, അദ്ദേഹം 2001 മരണപ്പെട്ടു. ഫ്രെഡ് ഹോയിൽ 1989 3 കെൽവിൻ റേഡിയേഷൻ കണ്ടുപിടിച്ചതോടുകൂടി ആ സിദ്ധാന്തം അഥവാ പ്രപഞ്ചം എന്നും ഇതേപോലെ ഉണ്ടായിരുന്നു എന്നുള്ള സിദ്ധാന്തം ഒഴിവാക്കുകയും അദ്ദേഹം ഈ
ബിഗ് ബാങ് തിയറിയുടെ ഞാൻ ഈ പറഞ്ഞ പ്രപഞ്ചത്തിന് ഉൽപ്പത്തിയുണ്ട് എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ വക്താവായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എന്തുണ്ടായാലും ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്നുള്ളതാണ്. ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വാദം ഉണ്ടാക്കും എന്നവർ പറയും. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ലക്കം സെപ്റ്റംബർ മാസം യുക്തിരേഖയിൽ യു കലാനാഥൻ മാസ്റ്റർ കൈകാര്യം ചെയ്യുന്ന, യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു ചോദ്യോത്തരമുണ്ട്. ആ ചോദ്യോത്തരത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ശാസ്ത്രം തന്നെ ദൈവമുണ്ടെന്ന് സ്ഥാപിച്ചാലും യുക്തിവാദികൾ അത് അംഗീകരിക്കൂല. കാരണം ചരിത്രപരമായി നിഷേധിക്കപ്പെട്ട ഒരു തത്വമാണ് ദൈവവിശ്വാസം. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഔദ്യോഗികമായ ജിഹ്വയാണ് യുക്തിരേഖ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ പേര് സുധീഷ് ബാബു എന്നാണ്. സ്ഥലം കൊല്ലമാണ്. എൻ്റെ ചോദ്യം, ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ഈ ഇസ്ലാമിന് മാത്രമുള്ളതാണോ ഈ സ്വർഗം എന്ന് പറയുന്നത്? ഇസ്ലാം അല്ലാത്ത ഹിന്ദു, ക്രിസ്ത്യൻസ് എല്ലാ ആൾക്കാരും ആവശ്യം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നന്മ ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട്. ഈ മദർ തെരേസയെ പോലുള്ള അനേകമായിരം ആൾക്കാരില്ലേ? അപ്പോൾ അവർക്കെല്ലാം നരകമാണോ വിധിച്ചിരിക്കുന്നത്? ഈ സ്വർഗവും നരകവും ഉണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? താങ്കൾ ഇത് കണ്ടിട്ടുണ്ടോ? സുഹൃത്തേതായാലും കൊല്ലത്തുനിന്ന് ചോദ്യം ചോദിക്കാനായിട്ട് കൽപ്പറ്റയിലെത്തിയത് നന്നായി. പിന്നെ വിഷയം സ്വർഗം നരകം താങ്കൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനായി വിശ്വസിക്കണേ? രണ്ടാമത്തത്, നല്ല നല്ല മനുഷ്യന്മാരെല്ലാറ്റിലും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യപ്പെട്ട സ്വർഗ്ഗമാണോ? പിന്നെ നല്ല ആളുകൾ എങ്ങോട്ടാ പോവുക ബാക്കിയുള്ളവർ? രണ്ട് ചോദ്യവും പ്രസക്തമാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് അവസാനം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല സ്വർഗം, ഞാൻ കണ്ടിട്ടില്ല നരകവും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് എന്ന്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു നരകമുണ്ട് എന്ന്. ഈ വിശ്വാസം കേവലമായ ഒരു വിശ്വാസമല്ല, ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടിയ 100% വിശ്വാസമാണ്. 100% വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എത്രത്തോളം അറിയുന്നുവോ, ഞാൻ മരിക്കുമെന്ന് ഞാൻ എത്രത്തോളം വിചാരിക്കുന്നുവോ, അതേപോലെ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിക്കുമെങ്കിൽ എനിക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തം. തീർച്ചയായും ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. എൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്, ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ശാസ്ത്രമാണല്ലോ ഭൗതികമായ വിഷയങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സാധനം. അപ്പോൾ എൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യം ഒന്ന്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്നെ ആരാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയത്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ മരണത്തിന് ശേഷം? മൂന്നാമത്തെ ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? ഈ 3 അടിസ്ഥാന ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഈ ചോദ്യത്തിന് എവിടെ നിന്ന് ഉത്തരം കിട്ടും? അങ്ങനെ ഉത്തരം കിട്ടി വേദഗ്രന്ഥങ്ങളിൽ നിന്ന്. സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഒരേപോലെ പറയുന്നൊരു തത്വമായി എനിക്ക് മനസ്സിലായി, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന്. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്വത്വം ന ജരയാഭിഭേദി ഉഭേ തീർത്വാ ശനായാ പിപാസേ ശോകാദിഗോ മോദതേ സ്വർഗലോകേ എന്നെനിക്ക് വായിക്കാൻ കഴിഞ്ഞു. കഠോപനിഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ സ്വർഗലോകം, അവിടെ ഭയമില്ല, പ്രയാസമില്ല, പീഡനങ്ങളില്ല, പ്രശ്നമില്ല, മരണമില്ല, അവിടേക്കാണ് സൽക്കർമ്മികൾ പോകുന്നത് എന്ന് ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ വായിച്ചു.
അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതഃ താംസ്ത്യ പ്രേദ്യാഭിഗച്ഛന്തിയേ ചാത്മഹാനോ ജനഃ. മരണത്തിന് ശേഷം അന്ധകാര നിബിഡമായ ലോകങ്ങളിലേക്കാണ് ദുഷ്കർമ്മികൾ, ആത്മഘാതികൾ പോകുന്നത് എന്ന്. ഇതേപോലെ തന്നെ ഞാൻ ബൈബിളിൽ വായിച്ചു മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ സ്വർഗത്തെക്കുറിച്ച്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലെ 43 മുതൽ 49 വരെയുള്ള വചനങ്ങളിൽ നരകത്തെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനിൽ ഞാൻ പരിശോധിച്ചു. ഖുർആനിൻ്റെ 1/3 ഭാഗം സ്വർഗ നരകങ്ങളെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യത്തിന്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്, എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് അർത്ഥമെന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ എനിക്ക് പൂർണ്ണമായ മറുപടി തന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗലോകത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ചോദ്യം ഉദിക്കുന്നു, ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം സത്യമാകണോ? എത്രയോ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇല്ല എന്ന്, ഇങ്ങനെ മരണാനന്തര ജീവിതം ഇല്ല എന്ന്. ഒരു ഗ്രന്ഥം പറയുന്നു ഇല്ല എന്ന്, വേറൊരു ഗ്രന്ഥം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ രണ്ടും ഒരേപോലെയല്ലേ കാണാൻ പറ്റൂ. അവിടെയാണ് എൻ്റെ അന്വേഷണം പ്രവർത്തിക്കുന്നത്. ഞാനൊരു കഥ പറയാം, ഒരു മത്സ്യത്തിൻ്റെ കഥ. കുളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മീന്, ആ മീനിൻ്റെ മുന്നിൽ അതിനിഷ്ടമുള്ള ഒരു ഇര ഇങ്ങനെ കാണുകയാണ്. ആ ഇര കടിക്കാൻ വേണ്ടി ആ മത്സ്യം ആവേശത്തോടു കൂടി ഓടിപ്പോവാണ്, ഇര തിന്നാനുള്ള ആവേശത്തോടു കൂടി. അവിടെ ആ മത്സ്യത്തിൻ്റെ മുന്നിൽ തവള പ്രത്യക്ഷപ്പെടുന്നു. തവള പറയുന്നു, മീനെ നീ പോകല്ലേ, നീ മുന്നോട്ട് പോവല്ലേ, നീ മുന്നോട്ട് പോയാൽ നീ അത് കടിക്കും. ആ ഇര നിനക്കിഷ്ടമുള്ളതാണ്, ആ ഇര. പക്ഷെ അത് കടിച്ചു കഴിഞ്ഞാൽ ആ ഇരക്കുള്ളിൽ ഒരു കൊളുത്തുണ്ട്, ആ കൊളുത്ത് നിന്റെ ചെകിളയിൽ കൊളുത്തും. ആ കൊളുത്തിന് തലയിൽ ഒരു കയറുണ്ട്, ആ കയറിൻ്റെ തലയിൽ ഒരു വടിയുണ്ട്. വടി പിടിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ജീവി കരയിലിരിക്കുന്നുണ്ട്. നീ എൻ്റെ ചെകിളയിൽ ഇത് കൊളുത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള ജീവി നിന്നെ വലിച്ചെടുത്ത് നീ ഈ കുളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ശരീരവുമായി ആ മനുഷ്യൻ എന്നുള്ള ജീവി അയാളുടെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ മറ്റൊരു ഭീകരജീവി ഇരിക്കുന്നുണ്ട്, അതിൻ്റെ പേര് അയാളുടെ ഭാര്യ എന്നാണ്. അവളും ഇയാളും കൂടി അവിടെ കത്തി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, മൂർച്ചുള്ള സാധനമാണ്. അതുപയോഗിച്ച് നിന്നെ ചെത്തി വെടിപ്പാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കും. എന്നിട്ടോ അവിടെ ഒരു ചീനച്ചട്ടിയുണ്ട്, അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുണ്ട്. ആ എണ്ണയിലേക്ക് നിന്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മുളകിട്ടതിന് ശേഷം ആ എണ്ണയിലേക്കിടും. എണ്ണയിലിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം കറുമുറ തിന്നും. ഇത് പറയാണ് ആര്? ഈ തവള. അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോവല്ലേ, നിന്റെ രക്ഷയാണ് ഞാൻ പറയുന്നത്. ഈ സമയത്ത് തവള പറയുന്നത് കേൾക്കാതെ ഓടിപ്പോയി, ഇത് ഒരു അർത്ഥമില്ലാത്ത വർത്തമാനം, തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിവരം? തവളയോട് ചോദിക്കുകയാണ് മീന്, ഈ കുളത്തിനപ്പുറത്തൊരു മനുഷ്യനോ, ഈ കുളത്തിനപ്പുറത്ത് മറ്റൊരാൾ ഈ വടിയും പിടിച്ചിരിക്കുക, എന്ത് വിഡ്ഢി വർത്തമാനം? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടോ? ആരെങ്കിലും ചീനച്ചട്ടിയിൽ പോയതിനു ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തെളിവ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മീനിനെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുമോ? കത്തി കണ്ടിട്ട് തിരിച്ചു വന്ന മീനിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാമാണ് മീനിൻ്റെ യുക്തിവാദപരമായ ചോദ്യങ്ങൾ. എന്നാൽ യഥാർത്ഥത്തിൽ മീന് യുക്തിവാദിയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അയാൾക്കൊരല്പം വിനയവുമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, ആദ്യം അയാൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ അറിവിന് പരിമിതിയുണ്ട് എന്നാണ്. ഒന്ന്, കാരണം ഞാൻ ഈ കുളത്തിൽ ജീവിക്കാൻ വേണ്ടി എനിക്ക് ഇതിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുളത്തിന് പുറത്തൊരു ലോകം ഉണ്ടാകാം എന്ന് അയാൾക്ക് വിചാരിക്കാമല്ലോ. ഉണ്ട് എന്ന് വേണമെങ്കിൽ തെളിവ് വേണം. ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകാം എന്നാകുമ്പോൾ ഈ തവള എന്നൊരു സാധനമാണല്ലോ ഇത് വന്ന് പറഞ്ഞത്. അപ്പം ആദ്യം പരിശോധിക്കണം ഇയാൾ ഈ തവളക്ക് കുളമൊഴിച്ച് പുറത്തെവിടെങ്കിലും പോകാനുള്ള വല്ല കഴിവുണ്ടോ എന്ന് അയാൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി തന്നെ പരിശോധിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, കുളത്തിന് പുറത്ത് കരയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ഈ തവള എന്ന്.
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് പരിശോധിക്കേണ്ടത് എന്താണ്? ഈ തവള പുറത്തു പോകാൻ കഴിയുമെങ്കിലും കളവ് പറയുന്നവനാകാം തവള, കളവ് പറയാം. അതുകൊണ്ട് തന്നെ ഈ തവള കളവ് പറഞ്ഞിട്ടുണ്ടോ പറയുമോ എന്ന് പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാവണം, ഒന്ന് പുറത്തു പോകാൻ കഴിയും, രണ്ട് ഇതുവരെ ഈ തവള കളവ് പറഞ്ഞിട്ടേ ഇല്ല. ഇതുവരെ കളവ് പറഞ്ഞിട്ടേ ഇല്ല തവള ഒരിക്കൽ പോലും. അപ്പോൾ ബുദ്ധിയുള്ളവനാണ് മീനെങ്കിൽ, യഥാർത്ഥത്തിലുള്ള യുക്തിവാദിയാണ് മത്സ്യമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തവള പറയുന്നത് അനുസരിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ട. കാരണം അവൻ്റെ പരിമിതിയെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ തവളക്ക് അറിവുണ്ട് എന്നുള്ള, എനിക്കറിയാത്തത് തവളക്ക് അറിയാമെന്ന് അവന് വസ്തുനിഷ്ഠമായി മനസ്സിലായിട്ടുണ്ട്. തവള കളവ് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതേ യുക്തിയാണ് എൻ്റെ യുക്തി. ഈ മരണാനന്തര ജീവിതം വേണമെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ എനിക്ക് കാണാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെയും പരിശുദ്ധ ഖുർആനെയും ഞാൻ വസ്തുനിഷ്ഠമായ പഠനത്തിന് വിധേയമാക്കുന്നു. വസ്തുനിഷ്ഠമായി, പൂർണ്ണമായി എൻ്റെ കയ്യിലുള്ള ശാസ്ത്രത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ധർമ്മശാസ്ത്രത്തിൻ്റെ എല്ലാം അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നു പരിശുദ്ധ ഖുർആൻ സൃഷ്ടികളുടെ രചനയേ അല്ല, മനുഷ്യൻ്റെ രചനയേ അല്ല എന്ന്. സർവകാലജ്ഞാനിയായ തമ്പുരാൻ്റെ അടുത്ത് നിന്നുള്ള വചനങ്ങളാണ് ഖുർആൻ എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. അതോടൊപ്പം ഖുർആനുമായി കടന്നു വന്ന വ്യക്തിയെ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. അദ്ദേഹം തൻ്റെ 40 വയസ്സ് വരെ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വരെ അംഗീകരിച്ച കാര്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതേപോലെ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അന്വേഷിക്കുവാൻ സാധ്യമല്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എനിക്ക് അന്വേഷിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ അറിയാൻ പാടില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ 14 നൂറ്റാണ്ട് കാലമായുള്ള ശാസ്ത്രത്തിൻ്റെ, സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ, വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ, വിസ്ഫോടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനാ വിധേയമാക്കുന്നു. ഒരു കാര്യം പോലും, ഒരബദ്ധം പോലും ഉള്ളതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒരൊറ്റ അബദ്ധം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ശ്രവിച്ച, നിരക്ഷരനായ ഒരു മനുഷ്യൻ്റെ നാവിലൂടെ ലോകം കേട്ട ഒരു ഗ്രന്ഥത്തിൽ ഒരബദ്ധം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ശാസ്ത്ര, സാങ്കേതിക, വൈജ്ഞാനിക വിസ്ഫോടനങ്ങളുടെ കാലഘട്ടത്തിൽ 50 കൊല്ലങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ പോലും അബദ്ധങ്ങളുടെ പഞ്ചാംഗമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു ഗ്രന്ഥത്തിൽ ഒരബദ്ധം പോലും, പ്രത്യേകിച്ച് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നൊരു ഗ്രന്ഥത്തിൽ എൻ്റെ പഠനത്തിൽ, എൻ്റെ അന്വേഷണത്തിൽ ഒരു അബദ്ധം പോലും കാണാൻ കഴിയുന്നില്ല. ആ ഗ്രന്ഥം എന്നോട് പറയുന്നു, നിനക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട്, ആ ലോകത്തെക്കുറിച്ച് അറിവിതിലുണ്ട്, ആ അറിവ് നീ സ്വീകരിക്കണമെന്ന്. ഞാനൊരു യുക്തിവാദിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യുക്തി, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്താശേഷി പൂർണ്ണമായി പറയുന്നു ഒരിക്കലും അത് കളവാകാൻ സാധ്യതയില്ല എന്ന്. ഒപ്പം തന്നെ ഇത് എന്നോട് വന്ന് പറഞ്ഞു തന്ന, ഖുർആൻ കൊണ്ടുവന്ന് തന്ന വ്യക്തിയെ ഞാൻ പരിശോധിക്കുന്നു. അദ്ദേഹം ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കളവാണിത് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അറിയാലോ ഏറ്റവും മിനിമം ഇത് കളവാണ് പറയുന്നത്. മുഹമ്മദ് നബി കളവായിരുന്നത് പറഞ്ഞതെങ്കിൽ മിനിമം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് കളവാണ് പറയുന്നത് എന്ന്. എന്ത് കാരണമാകട്ടെ, അതിന് പിന്നിലൊരു സ്വാർത്ഥത ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടൊരു സ്വാർത്ഥത ഉണ്ടാകും ഒരു കളവ് പറയുകയാണെങ്കിൽ. തീർച്ചയായും ഞാൻ പരിശോധനാ വിധേയമാക്കുമ്പോൾ ആ സ്വാർത്ഥത വഴി അദ്ദേഹം നേടിയെടുത്തത് എന്താണ്? 40ാമത്തെ വയസ്സിൽ ഖദീജ എന്ന കുലീനയായ സമ്പത്തുള്ള സ്ത്രീയുടെ ഭർത്താവായി മാറി, 25ാമത്തെ വയസ്സിൽ ഭർത്താവായി മാറി 15 വർഷക്കാലം അല്ലലില്ലാതെ, പ്രയാസമില്ലാതെ ജീവിതം നയിച്ച മുഹമ്മദ് ഇത് പറഞ്ഞു എന്ന കാരണത്താൽ 40ാമത്തെ വയസ്സ് മുതൽ ആട്ടിയോടിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, പ്രയാസങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമോ? ഏതെങ്കിലും സ്വാർത്ഥികൾ? അല്ലെ, എന്ത് നേട്ടമുണ്ടായി പരിശോധിക്കണം നമ്മൾ. എന്ത് നേട്ടമുണ്ടായി അദ്ദേഹത്തിന്? 13 വർഷക്കാലഘട്ടത്തിലെ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ കാലം മാത്രം. എല്ലാ അർത്ഥത്തിലും ഇന്നലെ വരെ
ഇന്നലെ വരെ മുഹമ്മദിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ 1000 നാവുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉയരുമായിരുന്നു. ഇന്ന് ഈ സത്യം പറഞ്ഞപ്പോൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതോടുകൂടി ആ നാവുകൾ മുഴുവനും മുഹമ്മദിനെതിരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായി. അതേപോലെ തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തിനെതിരെ ആരുടെയെങ്കിലും വാളോങ്ങിയാൽ 1000 വാളുകൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനുണ്ടായിരുന്നു. ഇന്നു മുതൽ, ഈ സത്യം പറഞ്ഞത് മുതൽ, പ്രതിരോധിക്കാനുണ്ടായിരുന്ന വാളുകൾ മുഴുവനും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. എന്ത് നേടി അദ്ദേഹം? പരിശോധിക്കേണ്ടത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും തന്നെ ഒരു കളവല്ല എന്ന് ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നതാണ് എൻ്റെ യുക്തിവാദം. ഇനി സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ വശം, പരലോകത്ത് നല്ല നല്ല മനുഷ്യന്മാരെല്ലാം എന്താ ചെയ്യുക? നല്ല നല്ല മനുഷ്യന്മാരെല്ലാം സ്വർഗത്ത് പോകും. പക്ഷെ ആ നല്ല നല്ല മനുഷ്യന്മാരാണോ അല്ലേ എന്ന് അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലല്ല, പടച്ച തമ്പുരാൻ്റെ കയ്യിലാണ്. അളക്കുന്നത് ദൈവം തമ്പുരാനാണ്. നല്ലത് എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വിശ്വാസിയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും സ്വർഗപ്രവേശത്തിന് അർഹരാകും. അതിന് പ്രത്യേകം റിസർവേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ടവൻ, ഏതെങ്കിലും പ്രത്യേക കോലത്തിലുള്ള പേരുള്ളവൻ സ്വർഗത്തിൽ പോകുമെന്ന പേരിൽ ജാതി റിസർവേഷൻ ഇല്ല. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടാകണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എല്ലാവരും വിശ്വാസികളിൽ ഒരുപാട് വിശ്വാസികളില്ലേ? ഒരുപാട് വിശ്വാസികളുണ്ട്. പക്ഷേ സ്വർഗത്തിൻ്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ, അവിടെ സർവശക്തനായ തമ്പുരാൻ മാത്രമാണ് സ്വർഗത്തിൻ്റെ അധിപൻ. ആ സ്വർഗത്തിൻ്റെ അധിപനായ സർവശക്തനായ തമ്പുരാൻ ആണ് മനുഷ്യരോട് എന്താണ് വിമലമായ വിശ്വാസം എന്ന് പഠിപ്പിച്ചത്. സർവേശ്വരനായ തമ്പുരാനാണ് മനുഷ്യനെ സ്വർഗത്തിലിടുന്നത്, അല്ലാതെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ചാടി വീഴുന്നതല്ല. സർവശക്തനായ തമ്പുരാൻ വിമലമായ വിശ്വാസം എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച വിശ്വാസം ആരാണോ സ്വീകരിക്കുന്നത് അവർ സ്വർഗത്തിൽ പോകും. അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ 3 മാനദണ്ഡങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒരു കാര്യം സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പൈസ എടുത്ത് കൊടുക്കുന്നത് സൽക്കർമ്മം ആണ് എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അത് ഇസ്ലാമിക വീക്ഷണത്തിൽ സൽക്കർമ്മമാകാം, പക്ഷേ ദുഷ്കർമ്മമാകാം. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ കർമ്മം ചെയ്യുന്നത് ആർക്കാണോ അവനുമായി ഉള്ള, ആ കർമ്മം ചെയ്യുന്നത് വഴി പ്രതിഫലം നമ്മൾ കാക്ഷിക്കുന്നത് ആരിൽ നിന്നാണോ അവനുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത നിർവഹിച്ചയാളാകണം അയാൾ എന്നുള്ളതാണ്. അഥവാ സ്വർഗത്തിൻ്റെ അധിപനാണ് പടച്ച തമ്പുരാൻ അള്ളാഹു. ആ അള്ളാഹുവുമായി മനുഷ്യൻ്റെ ബാധ്യത, ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത, സൃഷ്ടാവായ തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ ബാധ്യത നിർവഹിച്ചയാളാകണം ഒന്നാമത്തെ കണ്ടീഷൻ. അതാണ് ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഒരു വീട്ടിൽ ഞാൻ വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ അച്ഛനാണെന്ന് മാത്രം ഞാൻ അംഗീകരിക്കില്ല. വീട്ടിൽ എൻ്റെ പിതാവ് ആണ്, പിതാവുണ്ട് വീട്ടിൽ, പിതാവാണെന്ന് ഞാൻ അംഗീകരിക്കൂല, പിതാവിൻ്റെ കാര്യങ്ങൾ ചെയ്യൂല, പിതാവിനോടുള്ള ബാധ്യത ഒന്നും ഞാൻ നിർവഹിക്കൂല. പക്ഷേ വീട്ടിലെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായും അപ്രസക്തമാണ്. കാരണം ഏറ്റവും അധികം ഒരു വീട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അധികം ഉത്തരവാദിത്തമുള്ളത് എൻ്റെ പിതാവിനോടാണ്. ആ പിതാവിനെ പിതാവാണ് എന്ന് അംഗീകരിക്കുകയോ പിതാവിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് വിലയുള്ളതായി തീരുന്നില്ല. ഇതേപോലെ തന്നെ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ഉത്തരവാദിത്തം, ഒന്നാമത്തെ ഉത്തരവാദിത്തം അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവനെ മാത്രം ആരാധിക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കണം, ഒന്ന്. രണ്ടാമത്തേത്, ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ആ കർമ്മം പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതാകണം.
പടച്ച തമ്പുരാൻ സൽക്കർമ്മം എന്നുള്ള രൂപത്തിൽ പഠിപ്പിച്ചതാകണം. അല്ലാത്ത കർമ്മങ്ങൾ സൽക്കർമ്മമാകില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പലതരം കർമ്മങ്ങൾ സ്വയം തന്നെ പീഡിപ്പിക്കുന്ന ആളുകളുടെ സൽക്കർമ്മമാണ് എന്ന് കരുതിയിട്ട്, സ്വയം തന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ച ആളുകളുടെ സൽക്കർമ്മമാണെന്ന് കരുതിയിട്ട്. പക്ഷേ ഇതൊന്നും സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാം പറയുന്നത് അത് പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതാകണം. പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്ത് എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി ഇന്ന് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി നമുക്ക് ലഭിക്കുന്ന ഒരു ജീവിത മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയാണ്. ഈ രണ്ടെണ്ണം ആണ് നന്മയെന്ത് തിന്മയെന്ത് എന്നുള്ള വിഷയത്തിൽ നമ്മുടെ മാർഗരേഖ. ആ മാർഗരേഖ ഉപയോഗിച്ച് ആ മാർഗരേഖയിൽ നന്മ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് സൽക്കർമ്മമാണ്. ആ മാർഗരേഖയിൽ തിന്മ എന്ന് പറയുന്ന കാര്യം നമ്മൾ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതും സൽക്കർമ്മമാണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ആ കർമ്മം ചെയ്യുന്നത് പടച്ച തമ്പുരാൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടാകണം. അഥവാ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഞാൻ അയാൾക്ക് കാശ് കൊടുക്കുന്നു. എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ ആളാവുകയാണെങ്കിൽ ആ കർമ്മം ദുഷ്കർമ്മമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ ലക്ഷ്യം നാളെ എന്നെ കാണുമ്പോൾ ഭവ്യതയോടുകൂടി ആ പാവപ്പെട്ടയാൾ നിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കർമ്മം ദുഷ്കർമ്മമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതേസമയം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹൃദയമറിയാവുന്ന പടച്ച തമ്പുരാൻ്റെ പ്രീതി കാക്ഷിച്ചിട്ടാണെങ്കിൽ എൻ്റെ കർമ്മം സൽക്കർമ്മമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഈ 3 കണ്ടീഷൻസ് ഉണ്ടാകണം സൽക്കർമ്മത്തിന്. ഞാൻ പറഞ്ഞു, പടച്ച തമ്പുരാൻ പഠിപ്പിച്ച വിശ്വാസം ഉൾക്കൊള്ളുകയും കർമ്മങ്ങളുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായി പടച്ച തമ്പുരാനോടുള്ള നമ്മുടെ ബാധ്യതയായ അവനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യത നിർവഹിക്കുകയും അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പ്രമാണങ്ങളെ പ്രമാണങ്ങളായി അംഗീകരിക്കുകയും ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിക്കുകയും അവനിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രം അവൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് മാത്രം കർമ്മം ചെയ്യുകയാണെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. പക്ഷേ ഈ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇല്ലെങ്കിലോ മുസ്ലിമായി ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൻ്റെ മുന്നിൽ ഒരു രജിസ്ട്രേറ്റ് ഒരു മലക്കുണ്ടാകില്ല. എന്താ രജിസ്റ്ററിൽ മുഹമ്മദ് സ്വർഗത്തുക്കോ, കൃഷ്ണൻ നരകത്തുക്കോ, ജോസഫ് നരകത്തുക്ക്, അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. മറിച്ച് വിശ്വാസ കർമ്മങ്ങളാണ് സ്വർഗലോകം തീരുമാനിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് മൈമൂന, കൽപ്പറ്റ. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ? ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാമെന്നാണ് സഹോദരിയുടെ ചോദ്യം. സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ട് യാതൊരു തലത്തിലും ബന്ധമുള്ള ഒരു ചോദ്യമല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ വളരെ വിശദമായി ഓരോന്നും ഓരോ ശ്ലോകങ്ങളെടുത്ത് ആ ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ തന്നെ നിച്ചോപ്പത്ത് പുറത്തിറക്കിയ പുസ്തകമുണ്ട്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ അന്തിമാചാര്യൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, വായിക്കാവുന്നതാണ്. നമ്മുടെ വിഷയമായിട്ട് നേരിട്ട് യാതൊരു തലത്തിലും ബന്ധമല്ല. ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അഥർവവേദത്തിലെ കുന്തഭ സൂക്തത്തിൽ വരാനുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നരാശംസ എന്നാണ് പറയുന്നത്. നരാശംസ സ്മ വിശ്യതേ എന്നാണ് നരാശംസ എന്നറിയപ്പെടുന്ന വ്യക്തി. നരാശംസ എന്നുള്ള സംസ്കൃത പദം മുഹമ്മദ് എന്ന അറബി പദത്തിന് തത്തുല്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് പറയുന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യോജിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഭവിഷ്യ പുരാണത്തിൽ പറയുന്നതായി
അതിലെ പ്രതിസർഗ പർവ്വത്തിലുള്ള ഏതസ്മിന്ന ദരേമ്ലേച്ച ആചാര്യണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം തുടങ്ങിയ വചനങ്ങൾ, മഹാമതി എന്നൊരു ആചാര്യൻ കടന്നു വരും എന്ന് പറയുന്ന വചനം, ഇതെല്ലാം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ സൂചനകളാണ് എന്ന് അവിഷേകമായി പഠനം നടത്തിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ പഠനമാണ് ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. അത് വാങ്ങുക, അത് ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. വളരെ വിശദമായ ഒരു പഠനത്തിന് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മുതിരുന്നില്ല. എൻ്റെ പേര് രാജൻ, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലുള്ള വ്യക്തിയാണ്. ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ച ആളാണ്. എനിക്കറിയേണ്ടത് ഈ ജ്യോതിഷത്തെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്തു പറയുന്നു? അതുപോലെ ഈ മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇസ്ലാം എൻ്റെ വീക്ഷണം എന്താണ്? ഈ ഹിന്ദുക്കളൊക്കെ പറയാറുണ്ട് ഈ മുസ്ലിങ്ങൾ ജിന്ന് പ്രയോഗിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇതിലൊക്കെ വല്ല വാസ്തവമുണ്ടോ? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. സുഹൃത്തിൻ്റെ ചോദ്യം മന്ത്രവാദം, ജിന്ന്, ജ്യോതിഷം തുടങ്ങിയവ. ഇതിലൊന്നിലും പ്രഗത്ഭനല്ല ഞാൻ. ജ്യോതിഷത്തിലോ മന്ത്രവാദത്തിലോ ജിന്ന് സേവയിലോ ഒന്നും തന്നെ എനിക്ക് യാതൊരു പ്രാഗൽഭ്യമില്ല. എന്നാൽ അഭിഷേകമായ ഇസ്ലാമികമായ കാഴ്ചപ്പാട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിഷം ഒരു സമ്പൂർണ്ണ തട്ടിപ്പാകുന്നു. ജ്യോതിഷം ശാസ്ത്രത്തിൻ്റെ മുഖാവരണമുള്ള ഒരു പൂർണ്ണമായ തട്ടിപ്പാണ്. ജ്യോതിഷം, ജ്യോതിശാസ്ത്രം ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ജ്യോതിഷികൾ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവചനം സാധ്യമാകുമെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുമാണ് ജ്യോതിഷികൾ പറയുന്നത്. ഒരു കാര്യം വസ്തുതയാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വസ്തുതാപരമാകണം. ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളാണ്, 9 ഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികളെല്ലാം വിചാരിക്കും, ജ്യോതിഷം പറഞ്ഞത് വളരെ കറക്റ്റ്, 9 ഗ്രഹമാണല്ലോ, ബുധൻ മുതൽ പ്ലൂട്ടോ വരെ. അല്ല, ജ്യോതിഷത്തിന് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ അറിയില്ല. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളിൽ ഒന്ന് സൂര്യനാണ്. ജ്യോതിഷപ്രകാരം മറ്റ് 2 ഗ്രഹങ്ങളുണ്ട്. ഒന്ന് ചന്ദ്രനാണ്. ജ്യോതിഷപ്രകാരമുള്ള യഥാർത്ഥത്തിലുള്ള യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും പിൽക്കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതായതുകൊണ്ട് തന്നെ, ആധുനികമായ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചതായതുകൊണ്ട് തന്നെ, നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ അതില്ല. ഭൂമിക്ക് ചുറ്റുമാണ് ഇതെല്ലാം തിരിയുന്നത് എന്നാണ് ജ്യോതിഷ സങ്കല്പം. മാത്രമല്ല, നമുക്കറിയാത്ത 2 തമോഗ്രഹങ്ങളുണ്ട് ജ്യോതിഷത്തിൽ, രാഹു, കേതു തുടങ്ങിയവയാണവ. അവ അടിസ്ഥാനം തന്നെ അബദ്ധമാണ്. പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാകുമോ? തീർച്ചയായും ജ്യോതിഷപ്രകാരമുള്ള പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയാറ്. പ്രവചനങ്ങളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട്, വളരെ എളുപ്പമുള്ള കാര്യം. അതെന്താന്ന് വെച്ചാൽ, ജ്യോതിഷികളുടെ പ്രവചനം, നമ്മുടെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ജ്യോതിഷികളുടെ, ഇന്ത്യ രാജ്യത്തിലെ പ്രഗത്ഭരായ ജ്യോതിഷികളുടെ മുഴുവനും പ്രവചനം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് ഇറങ്ങിയ ഇന്ത്യ ടുഡേയിലുണ്ടായിരുന്നു, ഇംഗ്ലീഷിലുണ്ടായിരുന്നു, മലയാളത്തിലുണ്ടായിരുന്നു. ജ്യോതിഷികളുടെ മുഴുവനും പ്രവചനം. ആ പ്രവചനങ്ങളിൽ മുഴുവനും പറഞ്ഞിട്ടുള്ളത് അടൽ ബിഹാരി വാജ്പേയി 2ാമത് ഇവിടെ അധികാരത്തിൽ വരുന്ന, BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞവരുണ്ട്. വാജ്പേയി തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചവരുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന, പലപ്പോഴും തമിഴ്നാട്ടിലേക്ക് പലപ്പോഴും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജ്യോതിഷി ഉണ്ടല്ലോ, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ദൈവങ്ങൾക്ക് ഇഷ്ട കഥാപാത്രമായ എൻ്റെ നാട്ടുകാരനായ ജ്യോതിഷി, അദ്ദേഹം വളരെ പച്ചയായി പറഞ്ഞത് ഇയാൾ തന്നെ വരാൻ പോവുകയാണെന്നാണ്. പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ്. ചിലരെല്ലാം സോണിയക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, സോണിയ ആകാൻ സാധ്യത, എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടെങ്കിലും സോണിയക്ക് സാധ്യത ഉണ്ട് എന്ന് പറയാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അന്ന് അതിലല്ല, അതല്ലാത്തതിൽ, ഇന്ത്യ ടുഡേയിലെല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് നമ്മുടെ തലയിൽ കെട്ടുകാരൻ സിംഗാണ്. സിംഗിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഭാഗ്യം ലഭിച്ചത്, മൻമോഹൻ സിംഗിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇതിന് ശേഷം ആ വിഷയം ആരും മുണ്ടിയിട്ടില്ല. അഥവാ ആരെങ്കിലും അബദ്ധത്തിനെങ്ങാനും ഒരു തലപ്പാവുകാരനാകും പ്രധാനമന്ത്രി എന്നതിന്, അല്ലെങ്കിൽ ഒരു തലപ്പാവുകാരന് ഒരു ഇന്ത്യയിൽ നല്ലൊരു ഭാവി ഉണ്ട് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മുടെ പത്രകോളങ്ങളുടെ മുഴുവനും വെണ്ടക്കയായി വരുമായിരുന്നു, അല്ലേ? മീഡിയയാണ് സത്യത്തിൽ ഇത്തരം അബദ്ധധാരണകൾ, അന്ധവിശ്വാസങ്ങളെ മുഴുവനും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലുള്ള മലയാളത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ ഒരുവിധം എല്ലാറ്റിലും നക്ഷത്ര കാഴ്ചകളുണ്ട്. മാസികൾ നമ്മൾ വളരെ സാക്ഷര കേരളം, സമ്പൂർണ്ണ കേരളം എന്നാണ് പറയുന്നത്. സാക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം എല്ലാ മാസികകളിലും പിന്നിൽ വാരഫലമുണ്ട്. ഇതാണ് അവസ്ഥ. ഇസ്ലാം പറയുന്നത് ഇഭിഷേകമായി നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ അല്ല മനുഷ്യൻ്റെ ഭാവി തീരുമാനിക്കുന്നത്, പടച്ച തമ്പുരാനാണെന്നുള്ളതാണ്. സൃഷ്ടികർത്താവായ തമ്പുരാനാണ് ഭാവി തീരുമാനിക്കുന്നതെന്നുള്ളതാണ്. അതല്ലാതെ ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നോക്കി പോകുന്നതിന് ഒരു അടിത്തറയുമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗ്രഹങ്ങളെയും ആകാശഗോളങ്ങളെയും ആരാധിച്ചിരുന്ന ആളുകളെ ആ ആരാധന അപ്രസക്തമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ സൂറത്തിൻ്റെ ചോദ്യം മന്ത്രവാദത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൽ വാദമില്ല, മന്ത്രമുണ്ട്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സർവശക്തനായ സ്രഷ്ടാവിനോട് എനിക്കൊരു അസുഖം വരികയാണെങ്കിൽ, എനിക്കൊരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രയാസം ഞാൻ തീർക്കാൻ വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ള ചില മന്ത്രങ്ങളുണ്ട്, ഓരോരുത്തർക്കും സ്വയം ചെയ്യേണ്ട. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് ഹൃദയത്തിന് ശാന്തി നൽകുകയും ഹൃദയത്തിൻ്റെ രോഗങ്ങൾ മുഴുവനും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഖുർആന് ഈ തരം രംഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ള മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ. രോഗത്തിന് ചികിത്സയോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മന്ത്രം രോഗി അല്ലെങ്കിൽ രോഗിയോടൊപ്പമുള്ളവൻ അതല്ലെങ്കിൽ ആർക്കും നിർവഹിക്കാൻ കഴിയുന്നതാണ്. ഒരു മന്ത്രവാദം ഉണ്ടാകുമ്പോൾ മന്ത്രവാദി ഉണ്ടാകുന്നു. മന്ത്രവാദി ഉണ്ടാകുമ്പോൾ മന്ത്രവാദിയെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ഉണ്ടാകുന്നു. അവിടെ ചൂഷണം വരികയാണ്. ഇസ്ലാം സകല ചൂഷണങ്ങൾക്കും എതിരാണ്. മന്ത്രവാദം, മന്ത്രമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനുള്ള പ്രാർത്ഥനകളാണ്, പരിശുദ്ധ ഖുർആനാണ്. അതല്ലാത്ത മന്ത്രവാദിയോ മന്ത്രവാദമോ ഇസ്ലാമിലില്ല. പിന്നെ ഒന്നുള്ള ജിന്നാണ്. ജിന്ന് നമ്മുടെ ദൃശ്യമല്ലാത്ത, നമുക്ക് അദൃശ്യമായ ഒരു വർഗമായി പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ജിന്ന്. പടച്ച തമ്പുരാൻ, സ്രഷ്ടാവായ തമ്പുരാൻ, ആ സ്രഷ്ടാവായ തമ്പുരാനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അദൃശ്യ സൃഷ്ടികളാണ് മലക്കുകളും ജിന്നുകളും. മലക്കുകൾ പടച്ച തമ്പുരാൻ്റെ തീരുമാനത്തെ അതേപോലെ നടപ്പാക്കുവാൻ കഴിയുന്ന ഒരു സൃഷ്ടികളാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ. മറ്റൊന്ന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ ജിന്ന് അദൃശ്യ സൃഷ്ടികളിൽ മനുഷ്യനെ പോലെ തന്നെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട സൃഷ്ടികളാണ് ജിന്നുകൾ. തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള സൃഷ്ടികളാണ് ജിന്നുകൾ. ഇതാണ് ജിന്നുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇസ്ലാം ആദ്യകാലം മുതലേ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണോ? എന്ന് വെച്ചാൽ ആദ്യം മനുഷ്യൻ ഭൂമിയിൽ വന്ന കാലം മുതലേ ഉണ്ടായിരുന്നതായിരുന്നോ? അതുതന്നെ ഇസ്ലാം എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവം? പിന്നെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ ഇസ്ലാമിൻ്റെ കൈകൊണ്ട് അർത്ഥ ഭക്ഷ്യ വസ്തുക്കൾ എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം, അത് ഹറാമല്ല, ഹലാലാണ്, ഭക്ഷിക്കാം. എന്നാൽ ഈ കടലിലും കായലിലും പുഴകളിലും കിടക്കുന്ന മീനിനെ അറക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് പിടിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് മനുഷ്യൻ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നുണ്ട്. അത് അപ്പോൾ ഞാനൊരു വ്യക്തി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അത് കാരണം നമുക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു? അത് എന്തുകൊണ്ടാണ് ഭക്ഷിക്കാമെന്ന് പറഞ്ഞത്? അതൊന്ന് വ്യക്തമാക്കുന്നു. സുഹൃത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യൻ തന്നെ മുതലുള്ളതാണോ ഇസ്ലാം എന്ന്? ഇസ്ലാം എന്നുള്ള പദം മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബി പദമാണ്.
ഈ അറബി പദം ഉത്ഭവിച്ചിട്ടുള്ളത് അറബിയിലുള്ള സിൽമ് എന്ന അറബി ധാതുവിൽ നിന്നാണ്. ഒരു പദത്തിനൊരു ഉൽപ്പത്തി ഉണ്ടാവുമല്ലോ. ഈ സിൽമ് എന്ന് പറഞ്ഞ അറബി ധാതുവോ ഇസ്ലാം എന്ന് പറഞ്ഞ പദമോ ഒരു വ്യക്തിയുടെയും പേര് ഉൾക്കൊള്ളുന്നില്ല. സിൽമ് എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ഇസ്ലാം എന്നാൽ സർവശക്തനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ആശയത്തിൻ്റെ കാതൽ. പടച്ചോൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അതാണ് ഇസ്ലാം. നേർക്ക് നേരെ പറഞ്ഞാൽ അതാണ്. നമ്മൾ ആരാണോ സൃഷ്ടിച്ചത് അവൻ പറഞ്ഞത് പ്രകാരം ജീവിക്കുക. അപ്പോൾ അവൻ പറഞ്ഞത് നമ്മൾക്കറിയാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതമായിട്ടാണ് ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനം. അള്ളാഹുവിങ്കൽ മതം ഇസ്ലാമാകുന്നു. കാരണം അള്ളാഹു സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യരുടെ രക്ഷാമാർഗമായി പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആദർശം ഇസ്ലാമാകുന്നു. ആ ഇസ്ലാം പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചതാണ്. അത് മുഹമ്മദ് നബി പുതുതായിട്ടായൊക്കെ ഒരാശയമല്ല. പ്രവാചകന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ആശയം. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് പ്രവാചകന്മാരുടെ പേര് പറയുന്ന സമുദായം തന്നെ പിൽക്കാലഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി. അപ്പോൾ വീണ്ടും വീണ്ടും പ്രവാചകന്മാർ വന്നു. ആ ഇസ്ലാമിനെ പൂർത്തീകരിക്കുവാനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്ത വിധം ഇസ്ലാമിനെ സമ്പൂർത്തീകരിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടായത്. മുഹമ്മദ് നബിയിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ തെറ്റുപറ്റാത്ത വേദഗ്രന്ഥം, മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത ഗ്രന്ഥം നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ അന്തിമ പ്രവാചകൻ്റെ ജീവിത മാതൃകയും നമുക്ക് സമ്പൂർണ്ണമായി ലഭ്യമാണ്. അതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കുന്നത്. അറിവിൻ്റെ കാര്യമാണ് അടുത്ത ചോദ്യം. ഇതോടനുബന്ധമായി വരുന്നതാണ്. നമുക്കൊരു കാര്യം ധർമ്മമാണ് എന്ന് നിശ്ചയിക്കുന്നത് പ്രമാണമാണ്. ഖുർആൻ എന്തു പറയുന്നു, പ്രവാചകൻ എന്തു പറയുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നത് അതാണ്. മദ്യം തിന്മയാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കരളിന് ക്യാൻസർ വരുന്നുള്ളത് കൊണ്ടല്ല, പ്രവാചകൻ തിന്മയാണെന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. പന്നി തിന്മയാണ്. എന്താണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പന്നി മാംസം തിന്മയാകുന്നത്? അത് ടീനിയാസോളിയം എന്ന നാടവിരയുണ്ടാക്കുന്നതാണ് പന്നിമാംസം എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് പ്രവാചകൻ കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ തിന്മ എന്നുള്ളത് ഒരു കാര്യം തിന്മയാകുന്നത് പ്രവാചകൻ്റെ കൽപ്പനയുള്ളത് കൊണ്ടാണ് അടിസ്ഥാനപരമായി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഏത് വിഷയത്തിലാണെങ്കിലും ആ കൽപ്പനയുടെ അടിത്തറ മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയായിരിക്കും. മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയായിരിക്കും ഇതിൻ്റെ കൽപ്പനയുടെ അടിത്തറ. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ചോദ്യവും ഉടലെടുക്കുന്നു. എന്തുകൊണ്ട് അറുക്കേണ്ടതുണ്ട്? അറുക്കേണ്ടതുള്ളത് അത് റസൂലുള്ള പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് അറക്കേണ്ടത്. എന്തുകൊണ്ട് മത്സ്യത്തെ അറക്കേണ്ടതില്ല? റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അറക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അറക്കേണ്ടതില്ല. ഇതാണ് നേർക്ക് നേരെയുള്ള ഉത്തരം മുസ്ലിമിൻ്റെ. അതാണ് ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞെന്നുള്ള ഉത്തരം. എന്നാൽ ഇതിനു പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അറുക്കുന്നതിനും അറുക്കാതിരിക്കുന്നതിനും പിന്നിൽ ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അതുകൊണ്ടല്ല മുസ്ലിം അറക്കുന്നത്. അത് മനസ്സിലാക്കണം. ഈ ശാസ്ത്രീയ വിശദീകരണം കൊണ്ടല്ല മുസ്ലിം അറക്കുന്നത്, മറിച്ച് പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ്. ചേലാകർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാ? എന്തിനു വേണ്ടിയാ? ചേലാകർമ്മം ചെയ്യാൻ പുരുഷനോട് പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതേസമയം ചേലാകർമ്മം ചെയ്യുന്നതുകൊണ്ട് ക്യാൻസർ വരെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷയുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അത് അതിൻ്റെ ഗുണപരമായ കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എന്താണ്? അറുക്കുമ്പോൾ നമ്മൾ കരയിലെ ജീവികൾ അത് അറുക്കുമ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി ഇസ്ലാമിൻ്റെ അറബ് സമ്പ്രദായം അനുസരിച്ച് അറുക്കുമ്പോഴാണ് ശരീരത്തിലെ രക്തം പൂർണ്ണമായി പുറത്തു പോവുക. രക്തമാണ് രോഗങ്ങളുടെ വാഹകൻ. ഒരു ജീവിയിൽ സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളുണ്ടാവും, പല രോഗങ്ങളുണ്ടാവും. ശരീരത്തിൽ നിന്ന് രക്തം പൂർണ്ണമായി വാർന്നു പോകണമെങ്കിൽ ഇസ്ലാം കൽപ്പിച്ച രീതിയിലുള്ള അറബ് സമ്പ്രദായം വഴി മാത്രമേ കഴിയൂ കരയിലെ ജീവികൾക്ക്. അതേസമയം കടലിലെ ജീവികൾക്ക് ഈ പ്രശ്നമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, പഠിച്ചു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. അതുകൊണ്ട് തന്നെ അറുക്കുക എന്നുള്ള കൽപ്പന കൃത്യമാണ്. പിന്നെ മുസ്ലിം എന്നെ അറക്കണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്,
ഒരു അറക്കുന്ന സമയത്ത് ഒരു സൃഷ്ടിയെ ഹനിക്കുകയാണ്. ആ സൃഷ്ടിയെ ഹനിക്കുന്ന വിഷയത്തിൽ പടച്ച തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം തന്നെയാകണം അത്. ആ പടച്ച തമ്പുരാൻ്റെ കൽപ്പന ശിരസാ വഹിക്കുവാൻ പടച്ച തമ്പുരാൻ്റെ നാമത്തിൽ ആകണം അത് ചെയ്യപ്പെടുന്നത്. ആ പടച്ച തമ്പുരാൻ്റെ കൽപ്പന ശിരസാ വഹിക്കുവാൻ സന്നദ്ധമായ ആളാകണം അത് അറക്കുന്നത്. ഇവിടെ അറക്കുന്ന വിഷയത്തിൽ പല കോലങ്ങളിലുണ്ടാകും. ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ തന്നെ അറക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അറുക്കുന്ന മുസ്ലിമിനോട് അറുക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേദക്കാരും അറുത്താൽ ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. കാരണം വേദക്കാർ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറുക്കുമ്പോൾ അവർ കൃത്യമായി ഈ ഇസ്ലാം പറയുന്ന രീതിയിലാണ് അറുത്തിരുന്നത്. മുൻപ് വേദക്കാർ അറുത്തിരുന്നത് അങ്ങനെയാണ്. അറുക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ കൽപ്പനയാണ്. ആ രൂപത്തിൽ വേദക്കാർ അറുക്കുകയാണെങ്കിലും ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. അതേസമയം ദൈവത്തിൻ്റെ നാമത്തിലല്ലാതെ അറുത്താൽ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം എന്താണ്? അറവ് എന്നുള്ളത് വളരെ നിർബന്ധമായും നടക്കേണ്ടതാണ് എന്നും അത് ദൈവനാമത്തിലാകണമെന്നും ഉള്ള ഒരു കൽപ്പനയാണ്. അതിനും വിശ്വാസപരമായൊരു തലമുണ്ട്. അതേസമയം അതിന് ശാസ്ത്രീയമായ തലം എന്നുള്ളത് ജീവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം പൂർണ്ണമായി വാർന്നു പോകണം എന്നുള്ളതാണ്. അതേസമയം കടലിലെ ജീവികൾക്ക് ആ രൂപത്തിലുള്ള പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ആത്യന്തികമായി ഇത് സ്വീകരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ വിശദീകരിച്ചത്. എൻ്റെ പേര് അംബരീഷ് എന്നാണ്. എൻ്റെ സ്വദേശം മാനന്തവാടിക്കടുത്ത് തലപ്പുഴയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ദൈവം കുടികൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിലാണ്. വേറൊന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളതും ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം എവിടെയായിരുന്നു? സുഹൃത്ത് വായിച്ചിട്ടുള്ളത് ദൈവം കുടികൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിലാണ്. വീണ്ടും വായിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം എങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് ദൈവം എവിടെയായിരുന്നു എന്നാണ്. ആദ്യം വായിച്ചത് ഇസ്ലാമിക വീക്ഷണപ്രകാരം തെറ്റാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. ദൈവം ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നവനല്ല. പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. സ്രഷ്ടാവ് സൃഷ്ടിക്ക് അതീതനാണ്. പ്രപഞ്ചത്തിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നതെന്നുള്ള അദ്വൈത വീക്ഷണമാണ് ശ്രീ ശങ്കരാചാര്യരുടെ. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല. പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണ് അവൻ. സ്രഷ്ടാവായ തമ്പുരാൻ പ്രപഞ്ചത്തിന് അതീതനാണെന്നുള്ളതാണ്. പിന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്ക് മുൻപ് അവൻ എവിടെയായിരുന്നു? ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലുള്ളതാണ് സ്ഥലം എന്നുള്ളത്. സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവിടെയെന്ന് തന്നെ ചോദിക്കുന്നത്, മനസ്സിലാക്കുന്നത്. സ്ഥലവും കാലവും നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ള സംവിധാനമാണ്. സ്ഥലം, കാലം തുടങ്ങിയവ നാം എവിടെ എന്ന് ചോദിക്കുന്ന സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സമയവും സ്ഥലവും പ്രപഞ്ച സൃഷ്ടിയോടുകൂടി ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചാതീതനായ പടച്ച തമ്പുരാന് നിലനിൽക്കാൻ സ്ഥലം ആവശ്യമില്ല, സമയവുമില്ല. അവൻ സമയത്തിന് അതീതനാണ്, സ്ഥലത്തിന് അതീതനാണ്, സ്ഥലകാല നൈരന്തര്യത്തിന് അതീതനാണ്. സ്ഥലകാല നൈരന്തര്യം എന്നുള്ളത് പ്രപഞ്ചത്തെക്കുറിച്ച പുതിയ ആധുനിക ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ടൈം സ്പേസ് കോണ്ടിന്യൂം എന്നാണ് സ്ഥലകാല നൈരന്തര്യം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ, പദാർത്ഥത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നവനല്ല അവൻ. ഈ വിഷയത്തിൽ വളരെ വിശദമായി ഇസ്ലാമിലെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ അറിയുക എന്ന ഗ്രന്ഥം ഉണ്ട്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്റ്റാളിൽ നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എൻ്റെ പേര് ദിനേഷ് എന്നാണ്, കൽപ്പറ്റയാണ്. എനിക്കറിയേണ്ടത്, ഇവിടെ മന്ത്രവാദത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മന്ത്രവാദം അല്ലെങ്കിൽ ഒരു വ്യക്തി എനിക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്തതുകൊണ്ട് എൻ്റെ സാമ്പത്തികമായ കുടുംബപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വഭാവമായി വിചാരിക്കുന്ന ഒട്ടുപറ്റം ആളുകളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണ്? അങ്ങനെ ഒരു വ്യക്തി എനിക്കെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്യുമ്പോൾ അത് സാധ്യമാകുമോ? അതിൻ്റെ ഫലം, തിക്തഫലം നാം അനുഭവിക്കുമോ? അടുത്തത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റ് മതപുരോഹിതന്മാരോ അല്ലെങ്കിൽ ഉന്നതരായ വ്യക്തികളോ അവരുടെ അടുത്ത് പോയി അതിനൊരു പരിഹാരം വരുത്തുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണ്? പ്രത്യേകിച്ച് ഇസ്ലാം വീക്ഷണത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ക്ഷുദ്രപ്രയോഗങ്ങളുണ്ടോ
ക്ഷുദ്രപ്രയോഗങ്ങൾ ആർക്കെങ്കിലും ബാധിച്ചാൽ അതിനുള്ള മാർഗം എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നാണ് ചോദ്യത്തിൻ്റെ കാതൽ. പിശാചി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പൈശാചികമായ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. പിശാചിനെ സേവിക്കുന്ന ആളുകൾ പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ മനസ്സിലും അതേപോലെ തന്നെ ശരീരത്തിലുമെല്ലാം ചില ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ പ്രധാനമായും ഇന്നത്തെ പ്രശ്നങ്ങളുടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശകലന്മാരുടെ വിലയിരുത്തൽ തന്നെ രോഗങ്ങളിൽ തന്നെ നല്ലൊരു ശതമാനം 80%-ലധികം സൈക്കോസൊമാറ്റിക് ആണ് എന്നാ പറയാം. അഥവാ മാനസിക പ്രശ്നങ്ങളെ കൊണ്ടുള്ള രോഗങ്ങളാണ് എന്നാണ്. മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള കഴിവാണ് പിശാചിൻ്റെ കഴിവ്. അപ്പോൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുകയും പ്രയാസപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ പിശാചിനും പിശാചിനെ സേവിക്കുന്ന ആളുകൾക്കും കഴിഞ്ഞേക്കാം. എന്നാൽ അവിടെ ആ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തി ചെയ്യേണ്ടത് അതിന് പകരം തിരിച്ചു ചെയ്യാന്നുള്ളതല്ല. ഇസ്ലാമിലെ എല്ലാറ്റിനും ഒരു മാർഗമുണ്ട്. എൻ്റെ സഹോദരി ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ തിരിച്ച് അയാളുടെ സഹോദരിയെ തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ നടക്കാന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കൽപ്പന. മറിച്ച് കൃത്യമായ രീതിയുണ്ട്. ഇസ്ലാം ഇങ്ങനെ ആർക്കെങ്കിലും മാനസികമായോ ശാരീരികമായോ ഇങ്ങനെ പ്രയാസം തോന്നുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുകയും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞ മന്ത്രം അതിനു വേണ്ടിയാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പിശാചിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിതമായ വേദഗ്രന്ഥം, പിശാചി ഏറ്റവും അധികം വെറുക്കുന്ന വേദഗ്രന്ഥം, പൈശാചികമായ എല്ലാ തരത്തിലുമുള്ള തലങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം പഠിക്കുകയും ആ വേദഗ്രന്ഥം ചില പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക ബാധകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഇങ്ങനെ വല്ല പ്രയാസം തോന്നുകയാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചത് ഫാത്തിഹയും അതേപോലെ തന്നെ 3 സൂറത്തുകളും ഓതി, അവസാനത്തെ 3 സൂറത്തുകളുണ്ട്, ഇത് ഓതിക്കൊണ്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ഊതുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വീട്ടിൽ ഈ സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം ഇത്തരം രംഗങ്ങളിൽ ഓതാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കൽപ്പനയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പുരോഹിതനോ ഒരു മന്ത്രവാദിയോ ആവശ്യമില്ലാത്ത വിധം വിശ്വാസികളായ ആളുകൾക്ക് സ്വയം ചെയ്യുവാനുള്ള കൽപ്പനകളാണ്. ഒരിക്കലും എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു എന്ന് തോന്നുമ്പോൾ തിരിച്ച് ചെയ്യാൻ നടക്കുക എന്നുള്ളതും ചെയ്തു എന്ന് തോന്നിപ്പിക്കുകയും തിരിച്ച് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നെല്ലാം ഉള്ളത് മന്ത്രവാദികൾ ചെയ്യുന്ന തട്ടിപ്പ് വിദ്യകളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ തട്ടിപ്പ് വിദ്യകളിൽ ഒരു മുസ്ലിം ഒരിക്കലും പോയി പെടാൻ പാടുള്ളതല്ല. മറിച്ച് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലേക്ക്, പ്രവാചകൻ നിർദ്ദേശിച്ച ഖുർആനികമായ മാർഗങ്ങളിലേക്ക് വരിക എന്നല്ലാത്ത മറ്റു മാർഗങ്ങളില്ല ഇസ്ലാമികമായ വീക്ഷണത്തിൽ. മൊയ്തുട്ടി കണിയാമ്പറ്റ. കഴിഞ്ഞ മാസം ഇന്ത്യയിലെ സെൻസസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരായിട്ട്, ഇസ്ലാമിനെതിരായിട്ട് പലരും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന കാര്യമാണ് എനിക്കറിയാനുള്ളത്. ഫാമിലി പ്ലാനിങ്ങിന് എതിരാണോ അനുകൂലമാണോ? ഇസ്ലാം ഫാമിലി പ്ലാനിങ്ങിന് എതിരാണോ അനുകൂലമാണോ എന്നാണ് ചോദ്യം. ഫാമിലി പ്ലാനിങ്ങിൻ്റെ മലയാളം കുടുംബാസൂത്രണമാണ്. ഇസ്ലാം കുടുംബാസൂത്രണത്തിനെതിരല്ല, ഫാമിലി പ്ലാനിങ്ങിനും എതിരല്ല. പക്ഷേ എന്താണ് ഫാമിലി പ്ലാനിങ് എന്നുള്ള വിഷയത്തിലാണ് തർക്കം. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ലധികം വരുന്ന കുട്ടികളെ കൊല്ലുക എന്നുള്ള ഏർപ്പാടാണ്. ഇസ്ലാം അങ്ങനെ അല്ല ഫാമിലി പ്ലാനിങ്ങിനെ കാണുന്നത്. ഫാമിലി പ്ലാൻ ചെയ്യപ്പെടേണ്ടതാണ് എന്നും നമ്മുടെ കുടുംബാന്തരീക്ഷം കൃത്യമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നും
കുടുംബത്തിനാവശ്യമായ ഭൗതിക വിഭവങ്ങളും അതേപോലെ തന്നെ ആത്മീയ വിഭവങ്ങളും കണ്ടെത്തേണ്ടതാണ് എന്നും അതോടൊപ്പം തന്നെ കുടുംബത്തിന് ആവശ്യമായ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം നൽകുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും അതിനെല്ലാം ആവശ്യമായ പ്ലാനിങ് അനിവാര്യമാണ് എന്നുമുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. എന്നാൽ കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പടച്ച തമ്പുരാന് ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഭൂമിയെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ഈ ഭൂമിക്ക് ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അഥവാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഭൂമിക്ക് ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ ആ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന കൈക്രിയകളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ന് ലോകത്ത് പട്ടിണി വലിയൊരു പ്രശ്നമാണ് നമ്മൾ പറയുന്നു. ഞാൻ പറയുക പട്ടിണിയല്ല ലോകത്തെ പ്രശ്നം എന്നാണ്, മറിച്ച് അമിതമായ ഉപഭോഗമാണ് ലോകത്തിൻ്റെ പ്രശ്നം എന്നാണ്. അമിതമായ ഉപഭോഗം. എന്താണ് അമിത ഉപഭോഗം? നമ്മളൊരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന മാമാങ്കങ്ങളിൽ വെറുതെ കളയുന്ന ഭക്ഷണം മാത്രം മതി നമ്മുടെ രാജ്യത്തിലെ പട്ടിണി തീർക്കാൻ. പക്ഷേ നമ്മൾ അതിന് തയ്യാറാകൂല. നമ്മൾ വെറുതെ സ്റ്റൈലിന് വേണ്ടി ഹോട്ടലുകളിൽ കേവലം സ്റ്റൈലിന് വേണ്ടി ഭക്ഷണം മുഴുവൻ തിന്നാൽ എന്തോ ഒരു മോശമാണ്, അതുകൊണ്ട് കുറച്ച് തിന്നിട്ട് ബാക്കിയൊക്കെ ഇടുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. ആ സ്റ്റൈലിന് വേണ്ടി ഒഴിവാക്കി വെക്കുന്ന ഭക്ഷണ പദാർത്ഥം മതി ഈ രാജ്യത്തിലെ നമ്മുടെ നാട്ടിലെ പട്ടിണിക്ക് പരിഹാരമായി. പക്ഷെ അതിന് നമ്മൾ തയ്യാറാകൂല. ഈ ലോകത്തിലെ വിഭവങ്ങൾ ലോകത്തുള്ള മനുഷ്യരെ തീറ്റിപ്പോറ്റുവാൻ പര്യാപ്തമാണ്. പക്ഷേ വിഭവങ്ങൾ നശിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. എന്തിനാ? വിഭവങ്ങളുടെ വില കൺട്രോൾ ചെയ്യണം. ഞാൻ വെറുതെ പറയുന്നതല്ല. അമേരിക്ക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായ ഒരു കാര്യം, ഒരു കപ്പലിൽ ഒന്നിച്ച് ഗോതമ്പ് കൊണ്ടുപോയിട്ട് നടുക്കടലിൽ കൊണ്ടുപോയിട്ട് പസഫിക് മഹാസമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് അത് വെറുതെ കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. നമ്മൾ വിചാരിക്കും മത്സ്യങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നല്ല ഗോതമ്പിൻ്റെ വില ലോക മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. ഇത് ഒരു കപ്പലിൽ ഒഴുക്കിക്കളഞ്ഞാൽ നമ്മൾ അറിഞ്ഞു. അങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പട്ടിണി എന്നത് ജനപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ കുടുംബാസൂത്രണത്തിൻ്റെ പേരിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവർ ഒന്നിച്ച് എനിക്കെതിരെ വരും എന്നെനിക്കറിയാം. പക്ഷേ വസ്തുനിഷ്ഠമായി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിലിരിക്കുന്ന വാർദ്ധക്യമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവർ കേട്ടിരുന്ന പട്ടിണിയുടെ സ്വരം ഇന്നവർ കേൾക്കുന്നുണ്ടോ എന്ന്. എനിക്കുറപ്പാണ്, പറയാൻ കഴിയും ഇല്ല എന്ന്. അന്നത്തേതിനേക്കാളും 10 ഇരട്ടിയോളം ജനസംഖ്യ വർദ്ധിച്ചു എന്ന് നമ്മൾ പറയുന്നു. എവിടുന്ന് വന്നു ഈ വിഭവങ്ങൾ? വിഭവങ്ങൾ വന്നത് എങ്ങനെ? മനുഷ്യരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിഭവങ്ങൾ ഉണ്ടായി. ആ വിഭവങ്ങൾക്ക് ആവശ്യമായ സംവിധാനം പടച്ച തമ്പുരാൻ ഏർപ്പെടുത്തി എന്നുള്ളത് സത്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം 2 കാരണങ്ങൾ നമ്മളെ ഫാമിലി പ്ലാനിങ്ങിന് പ്രേരിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞ മറ്റേ ഫാമിലി പ്ലാനിങ്ങിന് മക്കൾ വേണ്ട എന്നുള്ളത്, അത് ഒന്ന് പ്രചാരണ തന്ത്രങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗതികേട്. പ്രചാരണ തന്ത്രം, മീഡിയകൾ, 3-ാം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യ വർധനവാണ് എന്ന് നമ്മളുടെ ഭരണാധികാരികളുടെയും നമ്മളുടെ സാധാരണക്കാരുടെയും മനസ്സുകൾക്കകത്തേക്ക് ഇട്ടുകൊടുക്കുവാൻ മീഡിയകൾ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ എന്താണ് വസ്തുത? 3-ാം ലോക രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ജനസമ്പത്താണ്, മാൻ പവർ. ആ ജനസമ്പത്തിനെയാണ് 1-ാം ലോക രാഷ്ട്രങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. 1-ാം ലോക രാഷ്ട്രങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, സാമ്രാജ്യത്വം ഏറ്റവും അധികം ഭയപ്പെടുന്നത് 3-ാം ലോക രാഷ്ട്രങ്ങളിലെ ജനപ്പെരുപ്പമാണ്. അവിടെ ജനങ്ങൾ കൂടുതൽ ഉണ്ടായാൽ ഞങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ തകർക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് വസ്തുതയാണ്. മാൽത്തൂസിയൻ തിയറിയെ അഥവാ ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ സിദ്ധാന്തങ്ങളെ അക്കാലഘട്ടത്തിൽ തന്നെ അനലൈസ് ചെയ്ത യൂറോപ്യൻ പണ്ഡിതന്മാർ അവരറിഞ്ഞോ അറിയാതെയോ പുറത്തുവിട്ട കാര്യങ്ങളാണിവ. അഥവാ സാമ്രാജ്യത്വം ഇന്ത്യയെപ്പോലെയുള്ള 3-ാം ലോക രാജ്യങ്ങളിൽ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാകും എന്നവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജനപ്പെരുപ്പം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് എന്നവർ പ്രചരിപ്പിക്കുന്നു. ഇതേ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേ സ്റ്റേറ്റ്സിലോ
അമേരിക്കയിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടായാൽ, നമ്മളൊക്കെ മൂന്നാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്തായി? ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടായാൽ തന്നെ ആയി, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടാതായി. എന്നാൽ അമേരിക്കയിൽ ഒരാൾക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആ അമ്മക്കും കുട്ടിക്കുമെല്ലാം പ്രത്യേക പരിഗണനയാണ്. പ്രത്യേക പരിഗണന, പ്രത്യേകമായി ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ അവിടുത്തെ പൗരന്മാരോട് അവർ പറയുന്നു. ജനസംഖ്യ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ജനസംഖ്യ. കാരണം ഈ മനുഷ്യന്മാരൊന്നിനും കൊള്ളൂല എന്നാണ്. ആണോ? അതാണ് തത്വശാസ്ത്രം. നമ്മൾ ചിന്തിക്കണത് എന്താ? ബ്രോയിലർ ചിക്സ് എങ്ങനെ കൂടുതലുണ്ടാക്കാം, ആട് എങ്ങനെ കൂടുതലുണ്ടാക്കാം, പിന്നെ കാലികളെ എങ്ങനെ കൂടുതലുണ്ടാക്കാം, പച്ചക്കറികൾ എങ്ങനെ കൂടുതലുണ്ടാക്കാം, മനുഷ്യനെ മാത്രം എങ്ങനെ വെട്ടാം. എന്താ കാരണം? മനുഷ്യനൊന്നിനും കൊള്ളൂല. ബ്രോയിലർ ചിക്സിനെക്കാളും മോശം മനുഷ്യൻ എന്നാണോ? അല്ല, മനുഷ്യന് തീർച്ചയായും ഒരു പവറുണ്ട്, മാൻ പവർ. ആ മാൻ പവറിനെ യഥാരൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ പ്രശ്നം. മാൻ പവറിനെ യഥാരൂപത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ലോകരാജ്യങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ ജനസംഖ്യയല്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നം, നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ആ പ്ലാനിങ് കൃത്യമാവുകയും ഫാമിലി പ്ലാനിങ്ങിന് പകരം നാഷണൽ പ്ലാനിങ് കൃത്യമാവുകയും നമ്മളുടെ വർക്ക് കൾച്ചർ മാറുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇസ്ലാം പറയുന്നത് ഇതാണ്: മനുഷ്യർ, ദൈവം തമ്പുരാൻ ഭൂമിയിൽ വിഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ബേജാറാകണ്ട. എത്ര ആളുകളുണ്ടെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പടച്ച തമ്പുരാൻ ആവശ്യമായ വിഭവങ്ങൾ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ പറയുന്ന കുട്ടികളുടെ എണ്ണം കുറക്കുക എന്നുള്ള ഫാമിലി പ്ലാനിങ്ങിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരാൾ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ട്. പിന്നെ ഒരാൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വിഷമം തോന്നാം. എന്തായാലും ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ പ്രപഞ്ച പഠനങ്ങൾ സയൻസിൻ്റെ മേഖലയിൽ ഒരുപാട് വികസിച്ച ഒരു കാലഘട്ടമാണ്. അപ്പോൾ വികസിച്ചിട്ട് ഇപ്പോൾ അനേകം പ്രകാശ വർഷങ്ങൾക്ക് അകലെ വരെയുള്ള പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ മഹാഗോളങ്ങളിലെല്ലാം പരതി നോക്കുമ്പോഴും അവിടെ എവിടെയും ജലമായിട്ട് കാണുന്നില്ല എന്ന് ഒരു പഠനം വന്നിട്ടുണ്ട്. അപ്പോൾ ജലമായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ്റെ നിലനിൽപ്പും ഇല്ല എന്നാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭൂമിയിൽ മാത്രമേ ഈ പുല്ല് മുളച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ ബോധമുള്ള ആളുകൾ എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന നിലയിൽ മനുഷ്യൻ സംരക്ഷിക്കേണ്ടതായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അതീത ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ അതൊരു വിഡ്ഢിത്തരമായാൽ നമുക്ക് നഷ്ടമാകുന്നത് ഇവിടുത്തെ പ്രപഞ്ചത്തിൽ തന്നെ അത്യപൂർവമായ വളരെ അമൂല്യമായ ജീവൻ തന്നെ ആകൂലേ? അതിൻ്റെ മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അതിനു വേണ്ടിയിട്ട് ഇസ്ലാം എന്തുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല
അല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരു പ്രവാചകനായ സ്ഥിതിക്ക് അത് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തെ എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? ഇവിടുത്തെ വയലുകളും അതുപോലെ ചതുപ്പ് നിലങ്ങൾ വരെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഇവിടെ വരൾച്ച ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ ഇത്ര വരൾച്ച ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടാകുകയാണ്. അതൊക്കെ വേറെ പ്രശ്നങ്ങൾ. എന്തായാലും ഇത് സംരക്ഷിക്കേണ്ടതല്ലേ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ പ്രത്യേക ഊന്നൽ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്നൊരു ചോദ്യം പ്രപഞ്ചത്തെ അറിഞ്ഞിടത്തോളമുള്ള പ്രപഞ്ചത്തിൽ ജലമുള്ള ഏക ഗോളമാണ് ഭൂമി. ആ ഭൂമിയിൽ ജീവൻ്റെ സ്ഫുരണത്തിന് കാരണം തന്നെ ജലമാണ് എന്നിരിക്കെ ആ ജല സംരക്ഷണത്തിന് നമ്മൾ പരിശ്രമിക്കേണ്ടതില്ല. എന്തുകൊണ്ട് ഇസ്ലാം ആ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന്? ഇവിടെ ഒന്നാമതായി തന്നെ ഭൂമിയിൽ മാത്രമാണ് ജലമുള്ളൂ, ആ ജലം സംരക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട, പഠിക്കേണ്ട, അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ജീവൻ്റെ സ്ഫുരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത ഉണ്ട്. ഭൂമിയിലെ അറിഞ്ഞിടത്തോളം ജീവനുള്ളൂ എന്ന് മാത്രമല്ല, ആ ജീവനെക്കുറിച്ച് പഠിച്ചിടത്തോളം ഭൂമിയിൽ യാദൃച്ഛികമായി ജീവൻ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ശാസ്ത്രലോകം ഒന്നിച്ചു പറയുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. മുമ്പെല്ലാം പരിണാമവാദികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്ത് ഭൂമിയിൽ ഇങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ ഹൈഡ്രജൻ കൂടുതലുണ്ടായിരുന്നു, അങ്ങനെ 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 അത് ജീവനായി മാറി, അമിനോ ആസിഡ്സായി, അത് ന്യൂക്ലിക് ആസിഡ്സായി, അതിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നെല്ലാം ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കഥകളെല്ലാം അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ ഒപ്പാരിനും JBS ഹാൽഡേനും പറഞ്ഞിരുന്നത്, മുൻപ് ഭൂമി തന്നെ ഹൈഡ്രജൻ സമൃദ്ധമായിരുന്നു. ഇവിടെയുള്ള ഭൂമിയിൽ മുൻപ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നൈട്രജനും ഹൈഡ്രജനും കാർബണും ഹൈഡ്രജനും എല്ലാം കൂടിച്ചേർന്നിട്ട് മീഥൈനും ഈഥൈനും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമെല്ലാം ഉണ്ടായി. അങ്ങനെ ഇവയെല്ലാം കൂടിച്ചേർന്നാണ് ജീവൻ ഉണ്ടായതെന്നാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ മനസ്സിലായി ഭൂമിയിൽ ഒരിക്കലും ജീവൻ ഉണ്ടാകുവാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം കൂടിച്ചേരണമെങ്കിൽ ഓക്സിജൻ ഉണ്ടാകരുത്. ഇവിടെ ഓക്സിജൻ ഉള്ള ഒരവസ്ഥയിലാണെങ്കിൽ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ട് ഈ വസ്തുക്കൾ കൂടിച്ചേർന്ന് അമിനോ ആസിഡ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഓക്സിജൻ അവയെ ഓക്സീകരണം നടത്തിയിട്ട് വേറെ സങ്കീർണമായ തന്മാത്രകളിൽ നിന്ന് സരളമായ തന്മാത്രകളായി മാറും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഉണ്ടാവരുത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്സിജൻ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ഭൂമിയിൽ. അതിന് ഓക്സിജൻ ഇല്ലാന്ന് സങ്കല്പിച്ചാലോ അവിടെ ജീവൻ ഉണ്ടാകില്ല. കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ ഓസോൺ ലെയർ ഉണ്ടാവില്ല. ഓസോൺ ലെയറിനില്ലെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിലേക്ക് വരും. അപ്പോൾ ഞാനിത് പറയുന്നത് പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് ഭൗതികവാദികളായ ശാസ്ത്രജ്ഞന്മാർ അവർ നിർദ്ദേശിച്ചൊരു സിദ്ധാന്തമുണ്ട്. പാൻസ്പെർമിയ എന്നാണ് ആ സിദ്ധാന്തത്തിന് പറയാം. എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം പറയുന്നത്? ഫ്രെഡ് ഹോയിലിനെ പോലെയുള്ള, വിക്രമസിംഹയെ പോലെയുള്ള, ഫ്രാൻസിസ് ക്രിക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്ന സിദ്ധാന്തം. അവർ പറഞ്ഞതെന്താ വെച്ചാൽ ആകാശഗോളങ്ങളിൽ എവിടെയോ ഉണ്ടായതാണ് ജീവനും ആ ജീവൻ ഭൂമിയിലേക്ക് പിന്നീട് കുടിയിരുത്തപ്പെട്ടതാണെന്നുണ്ട്. ഭൗതികവാദികൾക്ക് എത്തിച്ചേർന്ന ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദൈവമാണ്, സൃഷ്ടാവാണ് ഇവിടെ ജീവൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അത് അബദ്ധം, അന്ധവിശ്വാസം. അഥവാ ഏതോ ഒരു നക്ഷത്രത്തിൽ ജീവൻ ഉണ്ടായിട്ട് എങ്ങനെയോ ഭൂമിയിലേക്ക് ജീവൻ അങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രം. എന്നാലും ദൈവത്തെ അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താന്ന് വെച്ചാൽ ജലം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്, വളരെ അനിവാര്യമാണ്. ജലം സംരക്ഷിക്കുന്നത് നമ്മുടെ നാടിന് എന്നല്ല, മനുഷ്യ സമൂഹത്തിന് എന്നല്ല, ജൈവ ലോകത്തിന് തന്നെ അനിവാര്യമാണ്. നമ്മൾ പലപ്പോഴും അനാവശ്യമായി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഇതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജലത്തിൻ്റെ വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ കൽപ്പന നൽകിയിട്ടുണ്ട്. വളരെ വ്യക്തമായ കൽപ്പന. ഒരിക്കലും അമിതമായി ജലം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന.
അത് ദൈവത്തിന് വിട്ടുകൊടുത്തേണ്ട് മാറിക്കാനല്ല പറഞ്ഞത്. പഠിച്ച തമ്പുരാൻ അതിൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് പഠിച്ച തമ്പുരാൻ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അവിടെ ഒതെടുക്കുന്ന രംഗത്ത് മുസ്ലിങ്ങളുടെ നിർബന്ധമായ കർമ്മമുള്ള വധു എടുക്കുന്ന സമയത്ത് ഒരു അല്പം ജലം കൂടുതൽ ചെലവഴിച്ചു പോയൊരു സഹാബി. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എന്ത് അതിക്രമമാണ് കാണിക്കുന്നത്? അപ്പോൾ ആ സഹാബി പറഞ്ഞു, റസൂലേ, ഇങ്ങനത്തെ ചൂടുകാലം, അപ്പോൾ ഒന്ന് വെള്ളം കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്തതാണോ ഈ അതിക്രമം എന്ന് പറയണേ? റസൂലിൻ്റെ മറുപടി, നീ ഒരു നദിക്കരയിലാണെങ്കിൽ പോലും അനാവശ്യമായി നീ ജലം ഉപയോഗിക്കാൻ പാടില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്ര കൃത്യമായി നമ്മുടെ എക്കോളജിയെക്കുറിച്ച് പഠിക്കാത്ത കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത കാലഘട്ടത്തിൽ ജലം അനാവശ്യമായി ഒഴുക്കിക്കളയുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ രംഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത് പാലിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. ജലം ഒരല്പം പോലും അനാവശ്യമായി കളയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. ജലവിഭവം എന്നുള്ളത് ഈ ഭൂമിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലചക്രത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് അനാവശ്യമായി ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിൽ പടച്ച തമ്പുരാൻ്റെ ചോദ്യത്തിന് പാത്രമാകുന്ന കാര്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളോട് വിശേഷിച്ച് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഇവിടെ ഇസ്ലാം വിമർശകരും എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ പഠിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ സന്ദേശം ഉണ്ടല്ലോ, വിമർശനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ ഈ സന്ദേശം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നുമാണ് പ്രത്യേകമായി പറയാനുള്ളത്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റേതായി തന്നെ ഉള്ളൊരു ജിഹോയുണ്ട്, സ്നേഹസംവാദം മാസിക. ആ സ്നേഹസംവാദം മാസിക നിങ്ങൾ അതുമായി ബന്ധപ്പെടണമെന്നും അതിൻ്റെ പ്രചരണ മാസമാണിപ്പോൾ. പ്രത്യേകമായ ആനുകൂല്യങ്ങളുണ്ട്. ആനുകൂല്യങ്ങൾ നേടി ഞങ്ങളുടെ കൗണ്ടറുമായി ബന്ധപ്പെട്ട് ഈ സ്നേഹസംവാദം മാസിക യുമായി ബന്ധപ്പെടണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്.